വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂർ VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ സ്റ്റേഡിയം നിർമ്മാണം തുടങ്ങിയിടത്ത് തന്നെ ജനുവരിയിൽ പ്രവൃത്തി ആരംഭിച്ച് ഫെബ്രുവരിയിൽ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി മാസങ്ങൾ പിന്നിട്ടിട്ടും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു മാസം കൂടി കഴിഞ്ഞ് മഴക്കാലമായാൽ പിന്നെ നിർമ്മാണ പ്രവൃത്തി എങ്ങനെ നടക്കുമെന്നതും കണ്ടറിയണം. വണ്ടൂരിൽ ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം എന്നത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ്. ഈ സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്ന രീതിയിൽ കഴിഞ്ഞ വർഷം സംസ്ഥാന കായിക വകുപ്പ് 2 കോടി രൂപ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിനായി അനുവദിച്ചു. മൈതാനത്തിന്റെ കിഴക്കുവശത്ത് ഗ്യാലറി നിർമ്മാണം, മൈതാനം നിരപ്പാക്കൽ, സംരക്ഷണവേലി എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്പോർട്സ് ഫൌണ്ടേഷനാണ് നിർമ്മാണ ചുമതല. ഗ്യാലറി നിർമ്മാണത്തിലുള്ള കോൺക്രീറ്റ് ഫില്ലറുകൾ സ്ഥാപിക്കുവാനായി മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്ത് വലിയ കുഴികളെടുക്കുകയും കോൺക്രീറ്റ് കമ്പികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഫെബ്രുവരി 15-ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ എത്തി പദ്ധതിയുടെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. എന്നാൽ പിന്നീടങ്ങോട്ട് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് VMC ഗ്രൌണ്ട് ലവേഴ്സ് കൂട്ടായ്മ ഭാരവാഹിയായ EP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. കേരള സ്പോർട്സ് കൌൺസില് 2 കോടി ഫണ്ട് അനുവദിച്ച് തുടങ്ങിയ ഒരു ഗാലറിയാണ് ഇതിന്റെ നമ്മളിവിടെ കാണുന്നത്. ജനുവരിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം. അതായത് ഇത് പണി തുടങ്ങിയ ജനുവരിയിലാണ്. മന്ത്രിയുടെ സൗകര്യാർത്ഥം ഇത് ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ അവസ്ഥ നോക്കി. ഇതിന്റെ വാർപ്പിനില്ല ഈ കമ്പി വരെ പൂയി ഉടിച്ചു പോകുന്ന ഒരവസ്ഥയിലപ്പോൾ ഉള്ളത്. ഇപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 5-6 മഴ ഇവിടെ വന്ന് ഇത് വെള്ളം കെട്ടി നിന്ന് ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഇതിന്റെ അധികാരികളോട് സംസാരിച്ചു. അതുപോലെ തന്നെ കോൺട്രാക്ടർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. 2 കോടി ഇങ്ങനെ ഈ ഗ്രൗണ്ടിന്റെ ഈ ഇവിടെ ഇട്ട് ഒരു കുഴി കുത്തിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ, അതായത് മഴക്കാലം, ഇപ്പൊ നമുക്കറിയാം, ഇതിപ്പോ ഏപ്രിൽ 22 ഒരു മാസം കഴിഞ്ഞാൽ മഴ തുടങ്ങി. ഈ മഴ തുടങ്ങിയാൽ പിന്നെ അത് എന്ത് പണി അവിടെ നടക്കുക? അപ്പൊ ഇത്തരം ഫണ്ടുകൾ ഇങ്ങനെ കുഴിച്ചു മൂടിയിടുന്ന ഒരു സ്വഭാവം, ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത രീതിയിൽ ഇത്തരം ഫണ്ടുകൾ ഇങ്ങനെ കുഴിച്ചിട്ട് നടക്കുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. പെട്ടെന്ന് മഴക്കാലത്തിന്റെ മുമ്പ് തന്നെ ഇതിന്റെ പണി പൂർത്തിയാക്കി ഇത് ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഫണ്ടൊക്കെ അനുവദിച്ച് കോൺട്രാക്ടർക്ക് എല്ലാ സംഗതികളും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ പണി തീർക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോടും കരാറുകാരനോടും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ സ്കൂളിനും നാടിനും സംഭാവന ചെയ്ത ഈ മൈതാനത്തോട് സാമാന്യ നീതി പോലും ജനപ്രതിനിധികളോ സ്കൂൾ PTA പുലർത്തുന്നില്ലെന്നും ഇവർ പറഞ്ഞു. നിങ്ങളിപ്പോ ഈ ഗ്രൗണ്ടിന്റെ അവസ്ഥ നോക്കി. 10-70 വർഷമായി ഈ ഗ്രൗണ്ട് ഒരു സാമാന്യ, അതായത് ഒരു ഗ്രൗണ്ടിനോട് കാണിക്കുന്ന ഒരു ചെറിയ നീതി ഉണ്ട്. അതായത് ഗ്രൗണ്ട് ലെവൽ ചെയ്തൊരു ഡ്രെയിനേജ് കീറുക, അതുപോലും ചെയ്യാതെ ഈ പറഞ്ഞ ഗ്രൗണ്ടിനെ ഇങ്ങനെ അവഗണിച്ച ഒരു മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവില്ല. നമ്മളെ സ്കൂൾ ഇപ്പൊ തുറക്കാണ് അല്ലെ, ജൂണിൽ സ്കൂൾ തുറക്കുമ്പം ഇവിടെ നമ്മള് UP സെക്ഷൻ ഉണ്ട്. സ്കൂളിൽ വലിയ മുതിർന്ന കുട്ടികൾ മാത്രമല്ല, ഇവിടെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത് ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ ഇവിടെ ഓടിക്കളിക്കുന്നതാണ്. ഇത് എത്ര അപകടം വരുത്തും ഈ കുഴിയെ നോക്കി. ഒരു അപകടം വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ അധികാരികളും അതുപോലെ തന്നെ കോൺട്രാക്ടറും നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വണ്ടൂർ MLAയോട് പല പ്രാവശ്യവും മൈതാനത്തിന്റെ ശോച്യാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും MLA അവഗണിച്ചു. 23 വർഷത്തിലധികം MLAയും 8 വർഷം മന്ത്രിയുമായിരുന്നിട്ടും AP അനിൽകുമാർ MLA മൈതാനത്തിന്റെ വികസനത്തിന് ഒരു സഹായവും നൽകിയില്ല. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്കൂൾ മൈതാനത്തെ ജില്ലാ പഞ്ചായത്തും ഡിവിഷൻ അംഗം KT അജ്മലും അവഗണിച്ചുവെന്നും ഇനിയെങ്കിലും അനാസ്ഥ അവസാനിപ്പിച്ച VMC സ്കൂൾ മൈതാനത്തിന്റെ വികസനത്തിനായി പരിശ്രമിക്കണമെന്നും സർക്കാർ അനുവദിച്ച ഫണ്ട് പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്നും VMC ഗ്രൌണ്ട് ലവേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇതിപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ വരുന്ന ഒരു സ്കൂളാണ് VMC. അതിന്റെ ഗ്രൗണ്ടാണ്. ജില്ലാ പഞ്ചായത്തിന് ഒരു ഫണ്ടും ഇതിന് അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ MLA 23 വർഷമായി ഏകദേശം 115 കോടി ആസ്തി ഫണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 115 കോടി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കൊല്ലത്തിൽ 5 കോടി, 23 കൊല്ലം കൂട്ടി.
115 കോടി ഫണ്ട് MLAക്ക് സ്വന്തം ഫണ്ട് കിട്ടിയിട്ടും ഈ ഗ്രൗണ്ടിന് വേണ്ടി ഒരു 5 പൈസ MLA തന്നിട്ടില്ല. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടെത്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ മന്ത്രിയായിരുന്നല്ലോ, ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ, സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. ഇപ്പം എന്തുകൊണ്ട് ഇത് വന്നു എന്ന് വെച്ചാൽ 2023 ഞങ്ങൾ പ്രവാസി സംഘത്തിന്റെ ഒരു ഫാമിലി സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ആയിരുന്നു. ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്ററോട് ഈ ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞപ്പോഴാണ്, ഒരു നിവേദനം കൊടുത്തപ്പോഴാണ് അദ്ദേഹം 2 കോടി ഇതിന് അനുഭവിച്ചിട്ടുള്ളത്. പ്രവാസി സംഘത്തിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് 2 കോടി അനുവദിച്ചിട്ടുള്ളത്. ആ അനുവദിച്ച ഫണ്ട് ഈ കോലത്തിലിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ ഈ ഗ്രൗണ്ടിൽ വരുന്ന സ്പോർട്സ് പ്രേമികളൊക്കെ വിഷമത്തിലാണ്. മാന്യമായിട്ട് ഓടാനോ ചാടാനോ കഴിയില്ല. ഈ ഏത് സമയത്തും അപകടം വരാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കാതെ പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. ഭാരവാഹികളായ EP മുഹമ്മദ് കുഞ്ഞി, NMR മുജീബ്, ആഫീസ്, P ആഷിഖ്, A റഷീദ്, അനീസ്, ബിനു, ഷമീർ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് ഇതാ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.